ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയുടെ ഒരുക്കങ്ങളാണേ. അപ്പോൾ മാവൊക്കെ പൊടിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാനായിട്ട് പാനൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുകയാണ് മാവ്. അപ്പോൾ ഇത്തവണ ഞാൻ മാത്രമാണ് അമ്പലത്തിൽ പൊങ്കാലിടാനായിട്ട് പോകുന്നത്. അമ്മയ്ക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അമ്മയില്ല, ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. പിന്നെ ചേച്ചിമാരൊക്കെ ഉണ്ടാവും. ഇത്തവണ ഞങ്ങൾ ഇരിക്കുന്നത് ഇവിടെ താലൂക്ക് ഓഫീസിലാണ്. ചേച്ചി അവിടുത്തെ സ്റ്റാഫാണ്. അപ്പോൾ അവിടെയാണ് സീറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവർ തലേദിവസമേ പോയി എല്ലാം സെറ്റ് ചെയ്ത് വിറകും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി അവിടെ താലൂക്ക് ഓഫീസിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം രാവിലെ പോയി പൊങ്കാലയിട്ടാൽ മാത്രം മതി. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മണ്ടപ്പുറ്റിനുള്ള പയറാണ് വറുക്കുന്നത്. നമ്മൾ ഇത്തവണ ചെയ്യുന്നത് പായസം, പിന്നെ തെരളി മണ്ടപ്പുറ്റ്, പിന്നെ വെള്ളച്ചോറ്. അപ്പോൾ അങ്ങനെ 4 ഐറ്റം വന്നു. അപ്പോൾ എല്ലാവരും പറയുന്നു 4 ഐറ്റം പാടില്ല, അങ്ങനെ 5 ആക്കി. അങ്ങനെ ഒരു ചെറിയൊരു പാൽപ്പായസവും കൂടി ആയിട്ട് അങ്ങനെ 5 ഐറ്റമാണ് ഇത്തവണ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇടുന്നത്. അപ്പോൾ ഞങ്ങൾ വെളുപ്പിനെ 3 മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ചേച്ചിമാരൊക്കെ 2 മണിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിള്ളേരുമായിട്ട് ഞാൻ അവിടെ രാവിലത്തെ കാഴ്ചയാണ് ഇതൊക്കെ കാണുന്നത്. അങ്ങനെ വെറുതെ ഞങ്ങൾ കറങ്ങാൻ ഇറങ്ങിയതാണ്. ഇത് പഴവങ്ങാടി ക്ഷേത്രത്തിൽ ഭയങ്കര തിരക്കാണ്. അവിടെ തൊഴാനായിട്ട് ഭയങ്കര ക്യൂ ആണ്. അതിൻ്റെ ഫ്രണ്ടിലത്തെ ആ ഒരു തിരക്കാണ് ഇപ്പോൾ കാണുന്നത്. എല്ലാവരും കുറേ ദിവസത്തിന്, അതായത് 2-3 ദിവസത്തിന് മുമ്പേ വന്ന് സീറ്റൊക്കെ പിടിച്ച് ദൂരെ നിന്നുള്ള ആൾക്കാരും വന്ന് അവിടെ തന്നെ കിടക്കുകയാണ് അവർ. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പൊങ്കാലിട്ടാൽ മാത്രം മതി അവർക്ക്. അങ്ങനെ മണ്ടപ്പുറ്റും തെരളിയെല്ലാം കോർത്ത് എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇനി അടുത്ത് ഭണ്ഡാര അടുപ്പിലേക്ക് തീ പകരാനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഞാനും അതെല്ലാം ഒരുക്കി വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങി. അപ്പോൾ നമ്മളും എല്ലാം സെറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ഞങ്ങളങ്ങനെ പടുക്ക ഇടാറില്ല, പക്ഷേ ഞങ്ങളുടെ ഫ്രണ്ടിലുണ്ടായിരുന്നവരെല്ലാവരും പടുക്ക ഇട്ടിട്ടുണ്ട്. നമ്മൾ ആറ്റുകാൽ അമ്പലത്തിൽ വരുമ്പോൾ സാധാരണ വീട്ടിലൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ പടുക്ക ഇടാറുണ്ട്. ആറ്റുകാൽ അമ്പലത്തിൽ വരുമ്പോൾ നമ്മളങ്ങനെ പടുക്ക ഇടാറില്ല. അങ്ങനെ ഞങ്ങൾ സെൽഫിയൊക്കെ എടുത്ത്, ഇതെല്ലാം എൻ്റെ നാത്തൂന്മാരാണ്. അതിലൊരാൾ നാത്തൂൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരുമായിട്ട് സെൽഫിയൊക്കെ എടുത്തു, ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. ഓരോ വർഷവും ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല ഇടാനായിട്ട് ഭക്തജനങ്ങൾ കൂടിക്കൂടി വരികയാണ്. അതിനൊരു കുറവും വന്നിട്ടില്ല ഈ നിമിഷം വരെയും. എല്ലാ മതക്കാരും എല്ലാവർക്കും വിശ്വാസമുള്ള ഒരു ചടങ്ങാണ് ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. ഏത് മതത്തിലുള്ള ആൾക്കാരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ തിരുവനന്തപുരം നഗരത്തിലെ പ്രാദേശിക അവധിയായിട്ട് പ്രഖ്യാപിച്ചതും നമ്മുടെ അനന്തപുരി ആ ഒരു യാഗശാലയായി മാറിയതും ഇതുകൊണ്ട് മാത്രമാണ്. എല്ലാവരുടെയും ഒരു വിശ്വാസം. ഇത്തവണ അഗ്നി പകരാനായിട്ട് 10:15 ടൈം പറഞ്ഞിരുന്നത്. അങ്ങനെ ആ കറക്റ്റ് ടൈമിന് തന്നെ നമുക്ക് അഗ്നിയൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ പൊങ്കാലിടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ നീതിക്കുന്നത് 1:15. അപ്പോൾ ഇത്തവണ നേരത്തെയാണ് ഇവരുടെ ഈ ടൈം വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ധൃതിയായി. കാരണം വെച്ചാൽ എല്ലാം ആ ടൈമിന്, കറക്റ്റ് ടൈമിങ്ങിന് എല്ലാം വെന്ത് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഇതായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് എല്ലാം കറക്റ്റ് ടൈമിങ്ങിന് തന്നെ നമുക്ക് എല്ലാം റെഡിയായി കിട്ടി. എല്ലാം ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം.